ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന സിനിമയാണല്ലോ പുഷ്പ ദി റൂൾ. ഈ വർഷം ഡിസംബർ 6 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന പാനന്തൻ സിനിമ പുഷ്പയുടെ 2ാം ഭാഗം പുഷ്പ 2 സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി 100 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ എന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും പുതിയ പോസ്റ്ററാണ് മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വരാനിരിക്കുന്ന അടുത്ത വമ്പൻ പാനന്തൻ സിനിമയാണല്ലോ ജൂനിയർ NTR നായകനെ എത്തുന്ന ദേവര. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ ഇന്നലെ റിലീസ് ആയിരിക്കുകയാണ്. സെപ്റ്റംബർ 27 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ 1 മാസം ബാക്കിയുള്ളൂ എന്നറിയിച്ചാണ് ഏറ്റവും പുതിയ പോസ്റ്റർ റിലീസ് ആയിരിക്കുന്നത്. ഇന്നലെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ സക്സസ് മീറ്റിൽ പുതിയൊരു സിനിമയുടെ പൃഥ്വിരാജ് സിനിമയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ പ്രേക്ഷകർ അറിയിച്ചതാണ്. ആ പ്രഖ്യാപനം ഇങ്ങ് വന്നിരിക്കുകയാണ്. അത് പ്രകാരം നിസാം ബഷീർ അടുത്തതായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് നായകനെ എത്തുന്നു. നോബഡി എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ത്രില്ലർ സിനിമ നിർമ്മിക്കുക ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെയായിരിക്കും. അതേസമയം നോബഡി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം തന്നെ ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. കെട്ടിയോളാണ് എന്റെ മാലാക പോലെ മികച്ച സിനിമ ഒരുക്കിയ നിസാം ബഷീറും പൃഥ്വിരാജും ഒരുമിക്കുമ്പോൾ അത് മികച്ചൊരു കോംബോ ആകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. നേരത്തെ ദിലീപ് സിനിമയുടെയും ഒപ്പം തന്നെ ബിജു മേനോൻ സുരാജ് വെഞ്ഞാറമൂട് സിനിമയുടെയും ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വന്നതാണ്. ആ സിനിമകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് വ്യക്തതയില്ല. അടുത്ത വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ വിജയുടെ ഈ വർഷത്തിലെ ഒരു സിനിമയായ ദി ഗോട്ട്, ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഓവർസീസ് പ്രീസെൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ വിദേശത്ത് സിനിമ $1 മില്യൺ മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അതായത് 8,50,00,000 രൂപ. റിലീസിന് ഒരാഴ്ച മുന്നേ തന്നെ ഓവർസീസിൽ $1 മില്യൺ കടന്നതോടെ ആദ്യ ദിവസം സിനിമ വമ്പൻ ഓപ്പണിംഗ് ഓവർസീസിൽ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വിജയ് നായകനെ എത്തുന്ന സിനിമയുടെ കേരള ഓൺലൈൻ ബുക്കിംഗ് സെപ്റ്റംബർ 1 തീയതി തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ തൃശ്ശൂരിലെ രാഗം പോലെയുള്ള തിയേറ്റർ ഉടമകൾ കൺഫേം ചെയ്തിരിക്കുന്നത്. കേരളത്തിന് മുന്നേ തന്നെ സിനിമയുടെ തമിഴ്നാട് ഓൺലൈൻ ബുക്കിംഗും ആരംഭിക്കും. അവിടുത്തെ ഉൾപ്പെടെയുള്ള പ്രീസെൽ കണക്കുകൾക്കായിട്ട് അതിനുശേഷം കേരളത്തിൽ നിന്ന് വരാനിരിക്കുന്ന വൻ പ്രീസെൽ കണക്കുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.